വിഷുവിന്റെ സദ്യയൊക്കെ കഴിഞ്ഞു, ഇനി ഓണത്തിന്റെ സദ്യ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പായിട്ടൊരു സദ്യ കഴിക്കാൻ വന്നേക്കുവാണ്. അതും വെറും സദ്യയല്ല, കൊട്ടാര സദ്യ. പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ മെയിൻ ഐറ്റമായ ചോറ് വരുന്നുണ്ട്. ടോട്ടൽ ഈ സദ്യയിൽ 24 ഐറ്റംസ് ആണ് വരുന്നത്. അതിൽ തന്നെ 4 ഒഴിച്ചേറിയും 2 കൂട്ടം പായസമാണ് വരുന്നത്. ഇഞ്ചിക്കറി, 2 ടൈപ്പ് പച്ചാറ്, എരിശ്ശേരി, പൈനാപ്പിൾ കിച്ചടി, തോരന്, അവിയൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അതുകൂടാതെ ബോളി, പരിപ്പുവട, പിന്നെ മുളകുണ്ടാട്ടം, പിന്നെ 2 പായസവും വരുന്നുണ്ട്. അത് ആദ്യം പരിപ്പൊഴിച്ചു. ആദ്യം തന്നെ പരിപ്പൊഴിച്ച് അതിൻ്റെ കൂടെ പപ്പടവും പൊടിച്ച് ഒരു പിടി പിടിക്കും. പരിപ്പ് കൂട്ടി കഴിച്ചു. എനിക്ക് കുറച്ച് സാമ്പാർ കൂട്ടി കഴിക്കാം. സാമ്പാർ എനിക്ക് സാമ്പാർ വേണ്ട, പുളിശ്ശേരി മതി. ഓക്കെ. അല്ല, സൈഡുകളെല്ലാം വെച്ചോണ്ടേ അതിന് അല്ല, ഇനിയും ചോറ് ചോദിച്ചാൽ അവരെന്തെങ്കിലും പറഞ്ഞാലോ. അതുകൊണ്ട് പിന്നെ ചോറ് ഇവനും ലാസ്റ്റ് ബോളി വെച്ച് അതിന്റെ മുകളിലേക്ക് നല്ല പാലട പായസവും. ഞാനെങ്കിൽ പഴവും പപ്പടം കൂട്ടി കഴിക്കാം. ഈ കൊട്ടാര സദ്യ ഞായറാഴ്ച മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാത്ത ദിവസം എല്ലാം നോർമൽ സദ്യ അവൈലബിൾ ആണ്. പിന്നെ ഈ കൊട്ടാര സദ്യയുടെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം ചൂട്ടുവലിയുള്ള ശ്രീ ആനന്ദ് ഭവൻ. ലാസ്റ്റ് കുറച്ച് പച്ചമോര് കുടിച്ച് നിർത്താം. ഈ ലാസ്റ്റ് എന്തിനാ ശരിക്കും പച്ചമോര് കുടിക്കുന്നത്? ഇതിനെനിക്കറിയത്തില്ല, അറിയാവുന്നവർ കമന്റ് ഇടുക.